പുനലൂർ ചെങ്കോട്ട റെയിൽപാതയിൽ നൈറ്റ് പട്രോളിംഗിന് മോട്ടോർ ട്രോളി പ്രായോഗികമല്ലെന്ന് റെയിൽവേ. ജീവനക്കാരുടെ സുരക്ഷ മുൻനിർത്തി ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യത്തോടാണ് റെയിൽവേയുടെ നിഷേധാത്മക നിലപാട്. ഒറ്റവരിപ്പാത മാത്രമുള്ള വനമേഖലയിൽ ട്രോളി ഉപയോഗിക്കുന്നത് കൂടുതൽ ഭീഷണിയാകുമെന്നാണ് റെയിൽവേയുടെ വിലയിരുത്തൽ. പുനലൂർ ചെങ്കോട്ട മലയോര റെയിൽവേ പാതയിൽ വന്യജീവി ശല്യം രൂക്ഷമായ സാഹചര്യത്തിലും രാത്രികാല കാൽനട പെട്രോളിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ മുറുകുന്നത്. ജീവനക്കാരുടെ സുരക്ഷ മുൻനിർത്തി മോട്ടോർ ട്രോളി പോലുള്ള ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. എന്നാൽ പാതയിൽ അത്തരം സംവിധാനങ്ങൾ പ്രായോഗികമല്ലെന്നാണ് റെയിൽവേയുടെ നിലപാട്. ഒറ്റവരി പാത മാത്രമുള്ള വനമേഖലയിൽ ട്രോളി ഉപയോഗിക്കുന്നത് ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് കൂടുതൽ ഭീഷണിയാകുമെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. ഒറ്റ ലൈൻ മാത്രമുള്ള പുനലൂർ ആര്യങ്കാവ് സെക്ഷനിൽ ട്രോളി ഉപയോഗിച്ച് പരിശോധന നടത്തുമ്പോൾ അപ്രതീക്ഷിതമായി ട്രെയിൻ എത്തിയാൽ അപകടങ്ങൾക്ക് കാരണമാകാം. വളവുകളും തിരിവുകളും നിറഞ്ഞ പാതയിൽ ട്രെയിൻ വരുന്നത് പെട്ടെന്ന് തിരിച്ചറിയാനും പ്രയാസമാണ്. അടിയന്തര സാഹചര്യത്തിൽ ട്രാക്കിൽ നിന്നും ട്രോളി പെട്ടെന്ന് എടുത്തുമാറ്റുക ഇവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമല്ല. ഇത് ജീവനക്കാരെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിടുമെന്നാണ് റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. മോട്ടോർ ട്രോളിയിൽ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ റെയിൽവേ പാളങ്ങളിലെ വിള്ളലുകളോ ക്ലിപ്പുകൾ ഇളകിക്കിടക്കുന്നതോ ആയ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ജീവനക്കാർക്ക് സാധിക്കില്ല. ആയിരക്കണക്കിന് യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് റെയിൽവേ നൈറ്റ് പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പുലി, കടുവ, കാട്ടുപന്നികൾ, കാട്ടാനകൾ എന്നിവയുടെ നിരന്തര സാന്നിധ്യമുള്ള വനമേഖലയിൽ യാതൊരു സുരക്ഷയുമില്ലാതെ പുലർച്ചെ വരെ ജീവനക്കാരെ കാൽനടയായി വിടുന്നത് ക്രൂരതയാണെന്നാണ് റെയിൽവേ ജീവനക്കാരുടെ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാളത്തിൽ പുലിയെയും കരടിയെയും കണ്ടതും ഒറ്റക്കലിൽ കാട്ടാനക്കൂട്ടം ട്രെയിൻ തടഞ്ഞതും ചൂണ്ടിക്കാണിച്ചാണ് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ജീവനക്കാർ വാദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.